കെട്ടിട നിർമ്മാണ രംഗത്ത് റെവല്യൂഷൻ സൃഷ്ടിച്ച ഫാസ്റ്റ് മൂവിംഗ് ടെക്നോളജിയാണ് PEB അഥവാ പ്രീ എഞ്ചിനീയർഡ് ബിൽഡിംഗ് സ്ട്രക്ചേഴ്സ്. പ്രോപ്സോൾ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിൻ്റെ കോർ ഏരിയയാണ് PEB. കണ്ണൂർ മുണ്ടയാട് അതിരകത്ത് നിർമ്മിച്ച വെയർഹൗസാണ് ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. പ്രോപ്സോൾ പ്രോപ്പർട്ടി ആൻഡ് പ്രൊജക്ട് മാനേജ്മെൻറ്റിൻ്റെ CEO ആയ ഗോപിനാഥൻ സർ നമ്മുടെ കൂടെയുണ്ട്. ഹായ് സർ. ഹായ്. ഈ പ്രോപ്പർട്ടിയുടെ അതായത് ഈ പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചൊന്ന് പറയാം. ഇതൊരു വെയർഹൗസ് ആണ്. നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിച്ചോന്നറിയില്ല, ഈ ഒരു പ്രകൃതി അല്ലെങ്കിൽ ഈ ഒരു ഏരിയൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു പാറപ്രദേശത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. ഇതെങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ള റിക്വയർമെൻറ്റുമായിട്ട് ക്ലയൻറ്റ് വന്ന സമയത്ത് നമ്മളൊരു സജസ്റ്റ് ചെയ്ത ഇതിൽ നിന്നാണ് ഇത് വെയർഹൗസിലേക്ക് പോകുന്നത് തന്നെ. നോർമലി ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള ഒരു ഏരിയയാണ് ഈ PEB എന്ന് പറയുന്നത്. അതായത് RCC സ്ട്രക്ചർ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന് ഡ്യൂറബിലിറ്റി ഉണ്ടോ, അതുപോലെ തന്നെ സ്ട്രെങ്ത് ഉണ്ടോ, വലിയ സ്ട്രക്ചേഴ്സ് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ആ ഒരു ക്വാളിറ്റി ആൻഡ് സ്ട്രെങ്ത് ഡ്യൂറബിലിറ്റി ഒക്കെ ഈ ഒരു PEBക്ക് ഉണ്ടോ എന്ന് ഒരുപാട് കൺഫ്യൂഷൻസ് ജനങ്ങൾക്കുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ എന്താണ് ഈ PEB? പ്രീ എഞ്ചിനീയറിംഗ് ബിൽഡിങ്ങിൻ്റെ ചുരുക്കപ്പേരാണ് PEB. ഇത് മുൻകൂട്ടി നിർമ്മിച്ച ഘടകങ്ങൾ ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്ത് അസംബിൾ ചെയ്യുന്ന ഒരു കെട്ടിട സങ്കാരത്തെ സൂചിപ്പിക്കുന്നു. അതായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നിർമ്മിച്ചെടുക്കാൻ പറ്റും. ലേബർ കോസ്റ്റ് വളരെ ചുരുക്കമാണ്. ഇങ്ങനെയുള്ള വലിയ വാസ്റ്റ് ഏരിയകളിൽ ഇടയിൽ ഒരു സപ്പോർട്ട് പോലും കൊടുക്കാതെ നിർമ്മിക്കാൻ പറ്റുന്ന ഒരു നിർമ്മിതിയാണ് ഇതിനകത്ത്. പിന്നെ ഇത് എക്കോ ഫ്രണ്ട്ലിയും കൂടി ആയ സ്ഥിതിക്ക് ഇത് പ്രകൃതിയുമായിട്ട് വളരെ യോജിച്ചിരിക്കുന്നു. ഇത് നാളെ നമുക്ക് ഈ ബിൽഡിങ് കഴിഞ്ഞ് ഏതെങ്കിലും ആവശ്യത്തിന് ഇത് മാറ്റി ചിന്തിച്ചിട്ട് വേറെ രീതിയിലേക്ക് മാറ്റണമെങ്കിൽ ആ മെറ്റീരിയൽ നമുക്ക് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. പിന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. സാറിൻ്റെ അടുത്ത് സംസാരിച്ചതിൽ നിന്ന് നമുക്ക് ഈ PEB എന്ന് പറയുന്ന ഈ ഒരു പ്രീ എഞ്ചിനീയർഡ് ബിൽഡിങ്ങിന് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നമ്മുടെ ജനങ്ങൾക്ക് കൂടി ഒന്ന് വിവരിക്കാം. അത് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് ഇത് പ്രീ ഫാബ്രിക്കേറ്റഡ് ഐറ്റംസ് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നതിൽ തന്നെ നമ്മൾക്ക് ഓൺ സൈറ്റിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ലേബറിൻ്റെ റിക്വയർമെൻറ്റ് വളരെ കുറവാണ് നമ്മൾക്ക്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിങ്ങനെ ലോങ് ആയിട്ടുള്ള സ്പാന് നമുക്കൊരു പരിധികളുണ്ട്. മറ്റേ സിവിൽ സ്ട്രക്ചറൽ ബിൽഡിങ്ങുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് സർട്ടൻ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വാസ്റ്റ് വെയർഹൗസ് ഏരിയയിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നമുക്ക് കോളംസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള PEB വെച്ച് പോകുന്ന അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ലാർജ് സ്പാനലെല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഇതേപോലുള്ള PEB യൂസ് ചെയ്ത് വരുന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലേബർ കോസ്റ്റ് കുറവാണ്, അതേപോലെ മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ്. താങ്ക് യു സർ. പ്രകൃതിക്ഷോഭങ്ങളെ പോലും അതിജീവിക്കുന്ന റീയൂസ് ആൻഡ് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ് ഈ PEB സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. വളരെ വേഗത്തിൽ നമുക്ക് നിർമ്മിക്കാവുന്നതും അതുപോലെ തന്നെ വളരെ കോസ്റ്റ് എഫിഷ്യൻറ്റും കോസ്റ്റ് എഫക്റ്റീവും കൂടിയാണ് ഈ PEB സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ്റനൻസ് ചാർജും വളരെയധികം കുറവാണ്. ഇതിൻ്റെ ഏറ്റവും മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ട്രെങ്ത് ആൻഡ് ഡ്യൂറബിലിറ്റിയാണ്. നിർമ്മാണ രംഗത്തെ പുതിയ അപ്ഡേഷനുമായി നമുക്ക് വീണ്ടും കാണാം. അൺടിൽ ദെൻ ഇറ്റ്സ് മീ ഷെറിൻ സൈനിങ് ഓഫ്. താങ്ക് യു.